ഞാനൊന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ആളല്ലേ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതിന്റെ ചില സൂത്രപ്പണികൾ ഇങ്ങനെയും ചെയ്യാം. ട്രോൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. നമ്മൾ തെറ്റായിരുന്നു എന്നല്ല, നമ്മൾ കൃത്യമായി നീങ്ങിയിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ തോൽവിക്ക്. അഭിപ്രായങ്ങൾ അങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പാതി എന്നോട് പറയുന്നത് ഇത് പരാജയപ്പെടുക കൂടി ചെയ്യാൻ പോകുന്ന ഇലക്ഷനാണെന്നാണ്. സംഘടനാ ദൗർബല്യം CPM-നെ അലട്ടുന്ന ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ പാലക്കാടിനെ കണക്കാക്കാം. ഞാൻ അടിമുടി ഇടതുപക്ഷ സ്വഭാവക്കാരനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ കാൻഡിഡേറ്റിനെ മുൻനിർത്തി അവിടെ പണി കിട്ടുമ്പോൾ തോൽക്കപ്പെടും. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച യാഥാർത്ഥ്യം. എന്തൊക്കെ ഫാൾസ് ക്ലെയിമുകളായിരുന്നു പറഞ്ഞത് ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരാളും കൂടിയാണ്. പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. BJP-യോട് പോയി സീറ്റ് ചർച്ച നടത്തി എന്ന് പറയേണ്ടി വരും. BJP അതിൻ്റെ പുറകെ കൂടുതൽ പോകാഞ്ഞത് അവർ ചെയ്യുന്നതും പുറത്തേക്ക് വരും എന്നുള്ള പേടി കൊണ്ടുകൂടിയായിരിക്കാം. കാരണം വോട്ടിന് പണം കൊടുത്താണ് BJP പല വോട്ടുകളും പർച്ചേസ് ചെയ്തത്. BJP ചിത്രം ഔട്ടായ ഒരാഴ്ചക്കാലമായിരുന്നു പെട്ടി വിവാദം എന്ന് ഇനിയെങ്കിലും നമ്മൾ വിലയിരുത്തണം. അനധികൃത പണം ഇവിടെ എത്തി അത് വിതരണം ചെയ്യുന്നു എന്നുള്ളതും വോട്ടർമാർ എനിക്ക് തോന്നുന്നു വിലയിരുത്തിയിട്ടില്ല. രാഷ്ട്രീയ ശത്രുവായി ഇടതുപക്ഷത്തെ കാണുന്ന പോലെ ആവറേജ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരന് കേരളത്തിൽ BJP-യെ കാണാൻ അറിയില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പരാജയമാണെന്ന് ആ പാർട്ടി ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ഞാൻ തുറന്നു തന്നെ ഇവിടെയും പറയണമല്ലോ. പ്രവർത്തകർക്ക് ക്ലാരിറ്റി ഉള്ള അത്ര പോലും നേതാക്കൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഡോക്ടർ P. സരീനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം ഡോക്ടറെ. AKG സെന്ററിലെത്തി ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന പാർട്ടി സെക്രട്ടറി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം ഡോക്ടറെ കാണാനില്ല എന്ന രൂപത്തിൽ ഒരു പ്രചരണം ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഭാവി തീരുമാനമായി എന്നാണ് പ്രധാനമായിട്ടുള്ളൊരു #. അപ്പോൾ ഇവിടെ കണ്ടെന്ന് അറിയിക്കാനുള്ളൊരു മൂവ്മെന്റ് ആണ് ഇന്നത്തെ സ്വീകരണ പരിപാടിക്ക്. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ പരാജയം എന്ന് പറയുന്നത് സ്വാഭാവികമായി മാത്രം വിലയിരുത്തേണ്ട ഒന്നാണെന്ന് എന്നിലെ പൊതുപ്രവർത്തകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പിരായിരി കണ്ണുകൂട്ടുകാവ് അമ്പലത്തിലെ വലിയ ഉത്സവത്തിന് 1.5 മണിക്കൂർ ജനങ്ങൾക്കിടയിൽ നിന്നൊരാളാണ്. അത് സോഷ്യൽ മീഡിയയിലും പറയണം എന്നുള്ളത് ഒരു പക്ഷേ ശരിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഹൈറ്റൻഡ് പ്രസൻസ് എന്ന് പറഞ്ഞൊരു സാധനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതിൻ്റെ 1.5 മാസത്തെ അനുഭവമുണ്ട്. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ട് ചെയ്തില്ല. പിന്നെയും 2-3 ദിവസം പാലക്കാട് തന്നെ ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും മറ്റുമൊക്കെയായി നിന്നു. ഒരുപാട് നമ്മൾ റൗണ്ടപ്പുകൾ നടത്തി, പ്രവർത്തകരെ നേരിട്ട് കണ്ടു. ശരിയാണ്, അതൊന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. ഇന്നിപ്പോൾ പോയി കണ്ടതും ഞാനായിട്ട് പോസ്റ്റ് ഇട്ടിട്ടില്ല, വാർത്ത വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് നടക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ അന്ന് തന്നെ വന്ന് കാണണം എന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യമായ ചിട്ടയിൽ ഞാനത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഫലം വന്ന ശേഷം ഇന്നലെയാണ് CM-നെ കാണുന്നത്. എന്തായിരുന്നു CM ആയിട്ടുള്ള ഒരു അനുഭവം? CM-നെ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഇടയിലും അദ്ദേഹം 48 മണിക്കൂറിലേറെ പാലക്കാട് ഉണ്ടായിരുന്നു. 2 പകൽ മുഴുവൻ 6 പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. ഞാൻ തന്നെ അതിനെ സമ്മപ്പ് ചെയ്തിരുന്നു ഒരു പ്രസംഗത്തിൽ. 7 മണിക്കൂർ ജനങ്ങളുമായി സംസാരിച്ചു. അതിനിടയിൽ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ വിശ്രമ സമയത്ത് നേരിട്ട് കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരവും കിട്ടി. അതിന് മുന്നേ ഫോണിൽ സംസാരിച്ചിരുന്നു ക്യാമ്പയിന് വരുന്നതിന് മുന്നേ. അപ്പോഴൊക്കെ ഉള്ളതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ഇന്നലെയും സംസാരിച്ചത് പ്രായോഗിക രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കണിശത, ആ വാക്ക് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കണിശത, അതിനെപ്പറ്റി. ഒപ്പം പുതുകേരളം, നവകേരളം എന്നാണല്ലോ CM അതിനെ ബ്രാൻഡ് ചെയ്തത്. ആ പുതുകേരളത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്, അതിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ എത്രത്തോളം ഫിറ്റാണ് സരിൻ എന്നുള്ളതിൻ്റെ 1-2 വാചകങ്ങളിലുള്ള നിരീക്ഷണം. അതിനപ്പുറത്തേക്കൊന്നും പറയില്ല. 2 വാചകങ്ങൾ പറഞ്ഞാൽ തന്നെ ആ വിഷയത്തിലെ ഒരു ഒബ്സർവേഷൻ നമ്മളോട് പാസ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഞാനും വളരെ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ CM-നോട് മറ്റുള്ളവർ പറയാൻ മടിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് CM-ലേക്ക് എത്താനുള്ള ഒരു വഴിയാണല്ലോ ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ അത് പറയാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതടക്കം ഞാൻ CM-നോട് സൂചിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പാലക്കാട് നിന്ന് സംസാരിച്ച് തുടങ്ങാം. ഇതിലിപ്പോൾ സരിൻ
പറഞ്ഞ കാര്യങ്ങൾ ആളുകൾക്ക് പിഴവ് പറ്റിയതാണോ അല്ല വോട്ട് ചെയ്ത ആളുകൾ സരീനെ മനസ്സിലാക്കാത്തതാണ്? എവിടെയാണ് ശരിക്കും ഈ പിഴവ് സംഭവിച്ചതെന്ന്? ജനാധിപത്യത്തിൽ പിഴവ് എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അത് ഏതോ ഒരു കൂട്ടരെ തെറ്റായി കാണുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു കൂട്ടർ ശരിയും മറ്റേ കൂട്ടർ തെറ്റുമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ വരുന്ന ഒരു ജഡ്ജ്മെന്റ് ആണത്. ഒരിക്കലും പൊതുജനത്തിന് പിഴച്ചു എന്നുള്ള ലഘൂകരിച്ച സമവാക്യം ശരിയല്ല. സ്വാഭാവികമായും ആളുകളിലേക്ക് നമ്മൾ എന്താണ് എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും പറഞ്ഞെത്തിക്കാനുള്ള സമയവും അതിൻ്റേതായ പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നമ്മുടെ പരിമിതിയായിട്ട് കണ്ടാൽ മതി. പിന്നെ സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വിലയിരുത്തലാണല്ലോ. അത് കാര്യകാരണ സഹിതം തന്നെയാണ് നമ്മൾ വിലയിരുത്തിയത്. അത് വളരെ കൺക്ലൂസീവായി പറയാനുള്ള ഒരു സാമർഥ്യം കാണിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനത് വളരെ 20-ാം തീയതിക്കും 23-ാം തീയതിക്ക് ഇടയ്ക്കും വളരെ അസേർട്ട് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു. അസേർട്ട് ചെയ്ത് പറഞ്ഞതൊക്കെയാണ് ഇപ്പോൾ ട്രോളായി വരുന്നത് എന്നുള്ളത് കൊണ്ട്. അതിലിപ്പോൾ ഒരു കാര്യം ഫലം വന്നതിന് ശേഷം ട്രോൾ മെറ്റീരിയൽസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതെല്ലാം സരിൻ ഓൾറെഡി ഈ ഗ്യാപ്പിൽ ഞാനൊന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ആളല്ലേ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതിന്റെ ചില സൂത്രപ്പണികൾ ഇങ്ങനെയും ചെയ്യാം. ട്രോൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ ഈ പാർട്ടി പോലും ഒരു ഗ്രാഫ് വെച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു അമിത പ്രതീക്ഷ സരിൻ കാഴ്ചവെച്ചു എന്നൊരു വിമർശനം ഉണ്ടല്ലോ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഓവർ കോൺഫിഡൻസിനെ പറ്റിയാണ്. ക്യൂകളിൽ നിന്ന്, ഇപ്പൊ ക്യൂ എന്നാണല്ലോ നമ്മുടെ ഇതിന്റെ പേര്, ക്യൂകളിൽ നിന്ന് അത് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കറക്റ്റായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിൽ പാളിച്ചകൾ ഉണ്ടാകുമെന്ന് ഏറ്റവും അവസാനം റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പിക്ചർ വരുമ്പോഴേ നമുക്കും മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ക്യൂകളിൽ നിന്ന് നമ്മളത് ജനറേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ തെറ്റായിരുന്നു എന്നല്ല, നമ്മൾ കൃത്യമായി നീങ്ങിയിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ തോൽവിക്ക്. അതിലേക്കൊക്കെ നമുക്ക് ഉത്തരങ്ങളായിട്ട് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചർച്ചയും ചെയ്യേണ്ട വിഷയങ്ങൾ കൂടിയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുള്ള ഇപ്പോൾ വിവിധ ചാനലുകളിൽ സംസാരിക്കുമ്പോൾ മാത്തൂര് കണ്ണാടി പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ പിരായിയുടെ കാര്യത്തിലൊക്കെ കൃത്യമായി കൗണ്ട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു താരതമ്യേന അതിൻ്റെ അടുത്ത് പോലും എത്താത്ത രൂപത്തിലാണ് റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊരു പ്രവർത്തകരെയും വോട്ടർമാരൊക്കെ സമാധാനിപ്പിക്കാനുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ല. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ കണക്കുകൾ വെച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇടയിലുള്ള 2.5 ദിവസം 3 ദിവസമാണല്ലോ. അത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കിൽ നിന്ന് കൂടി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് ഒരു എന്താ പറയുക ഹയർ സൈഡാണ് പറഞ്ഞത് എന്നുള്ളത് എൻ്റെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ വോട്ടർ മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു വോട്ടർ സൈക്കി എന്ന് പറയുന്നതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ക്ലീൻ സ്വീപ്പ് എന്നുള്ള പോലെ UDF ഒരു മേൽക്കൈ ഉണ്ടാകുന്നു. 2019-ലും 2024-ലും ഒരു സീറ്റിൽ മാത്രം ഇടതുപക്ഷം ഒതുങ്ങുന്നു. 2019 സമാനമായ സാഹചര്യത്തിൽ 6 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഓർമ്മയുണ്ടെങ്കിൽ അതിലെ 4 രാജിവെച്ചതും 2 മറ്റു കാരണങ്ങൾ കൊണ്ട് നടന്ന 6 ഉപതെരഞ്ഞെടുപ്പാണ് ഒരുമിച്ച് നടന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 6 5. അപ്പോൾ അതുപോലെ ഇവിടെ 2 ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യം. ഒന്ന് ലോക്സഭയിലേക്കാണ്. അത്തവണ CPM-ന്റെ ജനവികാരത്തെ കൃത്യമായി CPM-നെ സ്വാധീനിക്കാൻ പറ്റുന്ന റിസൾട്ട് 2 പിടിച്ചെടുക്കുന്നതിലൂടെയും 1 കൈവിട്ടത്. ബാക്കി സ്റ്റാറ്റസ് കോ ആയിരുന്നു. ഇപ്പോൾ അരൂര് കൈവിടുന്നു, കോന്നിയും വട്ടിയൂർക്കാവും പിടിച്ചെടുക്കുന്നു. അതോടുകൂടി എന്തായി, ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്ന ആ വിലയിരുത്തലിനെ നേരെ തകിടം മറിക്കുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളും സമാനമായ സാഹചര്യത്തെയാണ് പ്രഡിക്റ്റ് ചെയ്തത്. അതായത് ജനങ്ങളിൽ നിന്നുള്ള കണക്ഷൻ CPM-ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ട് ലോക്സഭയിൽ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ആ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള സമയമാണിത് എന്ന് തന്നെയാണ് നമ്മുടെ ക്യാമ്പയിൻ പിച്ചിങ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നതിൽ നമുക്ക് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വോട്ടേഴ്സിന് ഒരുപാട് കൺസേൺസ് ഉണ്ട്. കഴിഞ്ഞ തവണ അത് 3.5 കൊല്ലം ഭരിച്ച ഒരു മുന്നണിയാണെങ്കിൽ ഇത് 8.5 കൊല്ലം ഭരിച്ച ഒരു മുന്നണിയാണ്. ആ കൺസേണിൽ ഈ മുന്നണിയെ താറടിച്ച് കാണിക്കാൻ നടക്കുന്ന ആസൂത്രിത ശ്രമം, അത് ഒരു എന്താ പറയുക കൺസേർട്ടഡ് എഫേർട്ട് തന്നെ പറയാം. എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് അത് നടത്തുന്നത് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതിൽ ജനം വീണ് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വിലയിരുത്താനും കൂടി സാധിച്ച ഒന്നാണ്. ഒരു പരിധിവരെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പലതും ജനങ്ങൾക്കിടയിലേക്ക് കടത്തിവിടാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വാലിഡേഷൻ CPM-ന് ലഭിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഐ ഓപ്പണറാണ്. ഇനിയുള്ള 1.5 വർഷക്കാലം വളരെ കൃത്യമായി അതിനെ നമുക്ക്
എങ്ങനെയാണ് അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ടതാണ് ആ വാക്ക്. അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടണം. ബോധപൂർവം CPM-നെതിരെ നീങ്ങുന്ന മാധ്യമ അജണ്ടകളെ, പ്രതിപക്ഷ അജണ്ടകളെ ബോധപൂർവം നീങ്ങുന്ന മറ്റേതേതിനെയും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ഉത്തരം പറയുകയും ചെയ്യാം. അത്തരം ശ്രമങ്ങളെ പൊളിച്ച് കാണിക്കും നമ്മൾ. അതിന് ഇനി തർക്കമില്ല എന്നുള്ളത്. ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഒരു സ്വയം വിലയിരുത്തലിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടേക്കാമെന്നൊരു സാധ്യത ഈ കൗണ്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ പത്രസമ്മേളനങ്ങളിലും മറ്റും പറയുന്നെങ്കിൽ കൂടെ ഒരു സ്വയം വിലയിരുത്തലിൽ ഞാൻ അഫ്സലിനോട് എൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പാതി എന്നോട് പറയുന്നത് ഇത് പരാജയപ്പെടുക കൂടി ചെയ്യാൻ പോകുന്ന ഇലക്ഷനാണെന്നാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള പാസ്റ്റ് നമ്മളോട് പറയുന്നത്, അവിടുത്തെ വോട്ടർ ബിഹേവിയർ പാറ്റേൺ നമ്മളോട് പറയുന്നത് ഒട്ടുമേ നോക്കൂ. ഇങ്ങനെ തന്നെ അതിനെ പറഞ്ഞു വയ്ക്കാം. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ അതിനെ നമുക്ക് കാര്യകാരണ സഹിതം തന്നെ തെളിയിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘടനാ ദൗർബല്യം CPM-നെ അലട്ടുന്ന ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ പാലക്കാടിനെ കണക്കാക്കാം. മാത്രമല്ല, ജയസാധ്യതയുള്ള CPM കണക്കാക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യത്തെ 100-ലില്ല എന്ന് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ തന്നെ മനസ്സിലായല്ലോ. കാരണം 99 ജയിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 100-ലില്ല. ബാക്കി 41 അവസാന 10-ൽ ഇതൊരു റിയാലിറ്റിയാണ്, അതിലൊരു തർക്കവുമില്ല. ആ റിയാലിറ്റിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു പ്രിപ്പയർഡ്നെസ്സും ഇല്ലാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിൽ പോലും BJP-യും കോൺഗ്രസും നിന്ന ഇടത്തോളം എത്താൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തലടക്കം ഇടതുപക്ഷത്തിനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ നമ്മുടെ ക്യാമ്പയിനിലൂടെ സാധിക്കുമോ എന്നുള്ള എഫേർട്ടാണ് നമ്മളിട്ടത്. അപ്പോൾ ആ 1.5 മാസത്തെ ക്യാമ്പയിനെ നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ആരോട് ചോദിച്ചാലും, അവിടെ ക്യാമ്പയിൻ കവർ ചെയ്യാമെന്ന് ഏത് മാധ്യമപ്രവർത്തനോട് ചോദിച്ചാലും, ആസ് എ ക്യാമ്പയിൻ അവിടെ വിജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിനാണ് ജനങ്ങൾക്കിടയിൽ. പൊതുസമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിലും മറ്റ് വിവാദങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത്. ജനങ്ങളിൽ ഏശിയ ക്യാമ്പയിൻ അത് തന്നെയാണ്. പക്ഷെ ആ ഏശുന്നത് വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള വാശി ജനങ്ങൾക്കില്ലായിരുന്നു. ജനങ്ങൾ നമുക്ക് മതിപ്പ് തന്നു. നമ്മൾ പറയില്ല, ഫേസ് വാല്യൂവിൽ ജനങ്ങൾ നമ്മളെ എടുത്തു. പക്ഷേ ആ വാല്യൂവിനെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി അത് വോട്ടായി തരണമെന്നും, അതായത് ഇങ്ങനെ പറയാം, ജനങ്ങൾക്ക് നമ്മൾ ജയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ജയിക്കാൻ നൽകേണ്ട വോട്ട് നൽകേണ്ടവർ ഞാനാണെന്ന് ഓരോ വോട്ടറും ഒരു വേള മറന്നുപോയി. വേറെ വോട്ടിലൂടെ ഈ ജയം സംഭവിക്കുമെന്ന് പരിഗണന നൽകി, പക്ഷെ വോട്ട് കിട്ടിയില്ല എന്ന് അതിനെ വേണമെങ്കിൽ വിവരിച്ച് പറയാം. നമ്മളിപ്പോൾ ഈ റിസൾട്ട് വന്ന ശേഷമുള്ള ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലുള്ള ഒരു പരാമർശം പിന്നീട് വളരെ ചർച്ചയായ കാര്യമായിരുന്നു. SDPIക്ക് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പകുതി മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ. അപ്പൊ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ പരാമർശം 6000 എന്നുള്ള കൗണ്ടൊക്കെ പറഞ്ഞു. അത് SDPIയുടെ വോട്ട് 8000 വോട്ട് അല്ലാതെയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പുണ്ടായ ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ അവർക്ക് കിട്ടിയ വോട്ട് 560 വോട്ടാണ്. സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 560 അപ്പോൾ ഇത് എങ്ങനെ കണക്കൂട്ടിയാലും ഡോക്ടർ പറയുന്നിടത്തേക്ക് SDPIയുടെ വോട്ടിന്റെ ഒരു കൗണ്ട് എത്തുന്നില്ലല്ലോ എന്നൊരു കാര്യമുണ്ടല്ലോ. നോക്കൂ, ഞാൻ എന്തായാലും നമ്മൾ തുറന്ന് സംസാരിക്കുകയാണല്ലോ. സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് സന്ദീപ് വാര്യരെ എത്തിച്ചതിൻ്റെ പുറകിലെ രാഷ്ട്രീയം പറയാം. അപ്പോൾ ഇതിനെ കൂട്ടി വായിക്കാൻ പറ്റും. ഒരിക്കലും അത് ഒരു BJP-കാരനെ കോൺഗ്രസിലേക്ക് എത്തിച്ചു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ, BJP വോട്ടുകളിലേക്ക് കോൺഗ്രസിന് കടന്നു കയറാമെന്നും സന്ദീപ് വാര്യർ അവിടെ ഉണ്ടാക്കുന്ന ഡെൻറ്റ് നിർണായകമാണ് എന്നുമുള്ളതല്ലായിരുന്നു കോൺഗ്രസിൻ്റെ പ്ലോട്ട്. കോൺഗ്രസ് അതിവിദഗ്ധമായി, UDF അതിസമർത്ഥമായി സന്ദീപ് വാര്യരിനെ ഈ പാളയത്തിലേക്ക് എത്തിക്കുന്നതോടുകൂടി BJP ക്യാമ്പ് ഉണരുമെന്നും, ഉണർന്ന് പ്രവർത്തിക്കുന്ന BJP ക്യാമ്പ് മതേതര വോട്ടുകളെക്കുള്ള ഒരു വലിയ ഒരു ഭീഷണിയാണ് എന്നും, അതുകൊണ്ട് ആ ക്യാമ്പ് ജയിക്കാൻ സന്ദീപ് ഇവിടേക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ട് ഇതാ പുതിയൊരു ഉണർവ് അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും സെല്ല് ചെയ്യണമായിരുന്നു. അത് സെല്ല് ചെയ്യാനുള്ള നമ്മൾ പറയില്ലേ, നമ്മൾ അതിൻ്റെ ഫുഡ് സോൾജേഴ്സ് എന്നുള്ള രീതിയിൽ കാലാൾപ്പടയായി SDPI പോലെയുള്ള സംഘടനകളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് വെച്ചിരുന്നത്. 4.5 ആഴ്ചക്കാലം ആ ക്യാമ്പയിനെ നമ്മൾ 2 കൂട്ടരും തുല്യ ശക്തികളാണ് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത UDF-നും LDF-നും ഉണ്ട് എന്ന് ഗ്രൗണ്ടിൽ വിലയിരുത്തപ്പെടുമ്പോഴും ഈ ഒരു നീക്കത്തിലൂടെ BJP ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു, സന്ദീപിൻ്റെ പോക്കിനെ അവർക്ക് പ്രതിരോധിക്കണം, സന്ദീപ് പോയത് ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അവരുണർന്നു കഴിഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞ ആ വോട്ടുകളെ ഏകീകരിക്കാൻ അവസാന 4-5 ദിവസത്തേക്ക് ഒരു ടൂള് വേണമായിരുന്നു.
ആ ടൂളായി സമർത്ഥമായി സന്ദീപിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ ചിത്രമായി നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത്. അവിടേക്ക് ഉപയോഗിക്കപ്പെട്ട കാലാൾപ്പട ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിന് വളരെ പ്രാധാന്യമുള്ള 2 സ്ഥലങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു ടെറിട്ടറികൾ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെ പല ഭാഗങ്ങളും, പിരായിരി പഞ്ചായത്ത്. അവിടെ അവരൊരു റിട്രീറ്റ്, ഒരു വിടവാങ്ങൽ നടത്തി. അവരവിടെ വളരെ കൃത്യമായി ഒരു അയഞ്ഞു കൊടുത്ത് അവിടേക്ക് തീവ്ര മുസ്ലിം സ്വഭാവമുള്ളവരെ ക്യാമ്പയിന് വിട്ടു എന്ന് ഞാൻ പറയുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ പ്ലോട്ട് അപ്പോൾ മാത്രമാണോ ഉണ്ടായത്, അല്ലോ അതിനു മുന്നേ ഉള്ള തിരക്കഥയുടെ ഭാഗമാണോ എന്നുള്ളത് ഇപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പം അതുകൊണ്ട് തികച്ചും വളരെ ആസൂത്രിതമായി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ, ഉണർത്തിവിടാൻ സാധിക്കുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തണം. കാരണം സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട തീവ്ര ഹിന്ദു രാഷ്ട്രീയം പറയാൻ ഇപ്പുറത്ത് മുസ്ലിം ലീഗിനെ പോലെ സമുദായ താല്പര്യമുണ്ട്, എന്നാൽ ഒരിക്കലും മതവിദ്വേഷം പറയാത്ത, പ്രചരിപ്പിക്കാത്ത ആളുകളെ കൊണ്ട് സാധിക്കില്ല. അതത് പറയാൻ പരിശീലനമുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, മിലിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ വേണം. ആ മിലിറ്റൻ്റ് സ്വഭാവമുള്ള സംഘടനകളെ UDFൻ്റെ ഘടകകക്ഷിയായി തന്നെ പരിഗണിക്കാൻ മാത്രമുള്ള വലുപ്പത്തിൽ പ്രതിഷ്ഠിച്ച് ആ ക്യാമ്പയിനെ അവസാനത്തെ 3-4 ദിവസങ്ങളിൽ അൺലീഷ് ചെയ്ത് വിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ തർക്കമില്ല. അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പ്രതികരണം. ഓക്കെ, കോൺഗ്രസ് മനസ്സുള്ള ഇടതുപക്ഷക്കാരൻ എന്നാണ് CPMൻ്റെ ഭാഗമായ ആദ്യ ദിവസത്തെ പ്രതികരണം. അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺഗ്രസ്സിന്, ഞാൻ കേരളത്തിലെ കോൺഗ്രസിനെ ഉദ്ദേശിച്ചല്ല കേട്ടോ അത് പറഞ്ഞത്, അത് വീണ്ടും പറയുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായ ദേശീയ താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ദേശീയ താല്പര്യമുള്ള ഒരു സംഘടനയിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സംഘടനയാണ് കോൺഗ്രസ് എന്ന് അതിൻ്റെ കഴിഞ്ഞ 75 വർഷത്തെ അല്ലെങ്കിൽ 80 വർഷത്തെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ പാരമ്പര്യത്തിൽ നമുക്ക് വിലയിരുത്താം. ആ വിലയിരുത്തലുകളിൽ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, അത് സെക്യുലറിസം ആവട്ടെ, ഡെമോക്രാറ്റിക് വാല്യൂസിനോടുള്ള അതിൻ്റേതായിട്ടുള്ള കൃത്യമായ താല്പര്യമാവട്ടെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു രാജ്യ താല്പര്യം എന്നുള്ളതിന് വേണ്ടി മറ്റ് താല്പര്യങ്ങളെ ഒക്കെ രണ്ടാമത് മാത്രം കാണാനുള്ള കോൺഗ്രസിൻ്റെ മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പൊസിഷനിങ് തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരാനോ ജനങ്ങൾക്ക് അത് കൺവേ ചെയ്യാനോ കോൺഗ്രസിന് യാതൊരു സമയത്തും സാധിച്ചിട്ടുമില്ല. കോൺഗ്രസ് മനസ്സ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ശ്രമിക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സിന് പോലും ഈ മഹാരാഷ്ട്ര ഇലക്ഷനെയും ഹരിയാന ഇലക്ഷനെയും ഒക്കെ മുൻനിർത്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രാക്ഷൻ ഉണ്ടാകുന്നില്ല, പറയുന്നത് ഏൽക്കുന്നില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസ് പറയുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു മനസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണ് ഇടതുപക്ഷ സ്വഭാവം കൃത്യമായി പുലർത്തുന്ന ഇടതുപക്ഷക്കാരനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി അതുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ കോൺഗ്രസ് വിടുന്ന കാര്യം ഒരു നേതാക്കളുമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന ശേഷം ആരെങ്കിലും ബന്ധപ്പെടുക, അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് കണക്ഷനിൽ ഇപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ട് അതുപോലെ? അത് പ്രധാനപ്പെട്ട നേതാക്കളെ വെറുതെ സംശയത്തിന് നിലനിർത്തുന്ന പോലെയുള്ള ഒരു ഉത്തരവായിപ്പോവും ഞാൻ. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. ആരെങ്കിലും എന്നെ സമീപിക്കാനുള്ള ഒരു മനസ്ഥിതി അവിടെ ഉണ്ടാകണം എന്നുള്ള യാതൊരു താല്പര്യവും എനിക്കുമില്ല. കാരണം എൻ്റെ കണ്ടക്റ്റിലൂടെ ഞാൻ എന്നെ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷക്കാരനായി തന്നെ പ്രതിഷ്ഠിച്ചത് എന്ന് 6 മാസം കൊണ്ട് ഒരു തെറ്റില്ലാത്ത വിധം ഞാനതിനെ ജനങ്ങൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികൾക്കിടയിലും ഞാൻ അടിമുടി ഇടതുപക്ഷ സ്വഭാവക്കാരനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. എന്നെക്കൊണ്ട് ഇനി കോൺഗ്രസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ അപ്പുറത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ബാലിശമായ ചിന്തയാണ്. അങ്ങനെയല്ലല്ലോ ഒരാളെന്നെ പെർസ്വേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെന്നെ സ്വേ ചെയ്യിപ്പിച്ചെടുക്കാനോ ഒക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പ്രവർത്തകർ വിളിച്ചു, നല്ലത് പറയാനും ചീത്ത പറയാനും വിളിച്ചു. ഞാൻ എല്ലാ ഫോൺ കോളുകളും കഴിവതും എടുക്കും. തിരിച്ചു വിളിച്ച് ചീത്ത കേൾക്കുന്ന ആളും കൂടിയാണ് ഞാൻ. അല്ലെങ്കിൽ കോൺഗ്രസിനൊരു വിലയിരുത്തൽ ഇപ്പോഴാണ് ഉണ്ടായത്. സരിൻ എങ്ങനെയാകാമായിരുന്ന ഒരാൾ ആയിരുന്നു സംഘടനയുടെ ഉള്ളിൽ ഇരുന്നപ്പോൾ എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ടായി. അത് പക്ഷെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ് എന്നും വളരെ റിയലിസ്റ്റിക് ആയി കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടാകും. ഓക്കെ, ഈ ഷാഫിയുടെ നോമിനി വന്ന ആളാണ് രാഹുൽ എന്നുള്ളൊരു പ്രചരണം സ്ഥാനാർത്ഥിയാണെങ്കിലും പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും നിരന്തരം അവിടെ പ്രസംഗങ്ങളിലും പരാമർശങ്ങളൊക്കെ വന്നൊരു കാര്യമായിരുന്നു. ഇത് ശരിക്ക് രാഹുലിന് വോട്ട് കൂട്ടാൻ അല്ലെങ്കിൽ രാഹുലിന് ഒരു ഹീറോ പരിവേഷം കിട്ടാൻ കാരണമായിട്ടുണ്ടോ എന്നുള്ളത്? ഒരു ഇലക്ഷൻ ജയിക്കുന്നതോടുകൂടി എല്ലാം ആകുന്നില്ല. 1.5 വർഷമേ ഉള്ളൂ എങ്കിൽ പോലും ആ മണ്ഡലത്തിൽ വിലയിരുത്തപ്പെടും എന്നുള്ളതിലൊരു തർക്കമില്ല. അപ്പോൾ ആ വിലയിരുത്തലുകൾക്ക് അത് വിട്ടുകൊടുക്കുകയാണ്. ഇനി പറഞ്ഞ പോലെ യാഥാർത്ഥ്യം അങ്ങനെ ഒരു വോട്ട് കൂട്ടലിലേക്കോ
അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജിന് ഒരു സാധ്യത ഉണ്ടാക്കി ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു സത്യം, ഒരു പരമാർത്ഥം പറയുകയാണ് ഉണ്ടായത്. അത് ആ സംഘടനയ്ക്കുള്ളിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്, ജനങ്ങളുടെ അടുത്തല്ലല്ലോ അത് പറയേണ്ടത്. പക്ഷേ അവിടെ ഞാനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്, കഴിഞ്ഞ 3 ടേം എന്ന് പറഞ്ഞാൽ 13 വർഷക്കാലം MLA ആയിരുന്ന ഒരു ജനപ്രതിനിധിയുടെ പിന്മുറക്കാരൻ ഒരാൾ വരുന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാരെ മനസ്സിലൊരു പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡിനുള്ള കാരണങ്ങളോ കാര്യങ്ങളോ അല്ല അവതരിപ്പിച്ചത്, പറയാൻ ശ്രമിച്ചതൊക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു സക്സസർ ഇൻ ലൈനിനെ ഒരു കീഴ്വഴക്കം പോലെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. കോൺഗ്രസ് പാർട്ടിയിൽ അത് അഭിലഷണീയമാണോ, അത് സ്വാഗതം ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണോ അല്ലേ എന്ന് വിലയിരുത്തണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ടാകാം ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഉറച്ചു പറയുന്നു, കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഒരാൾ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പുറത്ത് വന്ന് അതിതീവ്രമായി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രതികൂല സാഹചര്യത്തെ കോൺഗ്രസിന് അനുകൂല സാഹചര്യമായി മാറി. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറയുമല്ലോ, വാട്ട് ഇഫ് എന്നുള്ള സിറ്റുവേഷൻ ഒരു പ്രസക്തിയില്ല പൊളിറ്റിക്സിൽ. ഈ പൊട്ടിത്തെറി ഉണ്ടായില്ലെന്ന് വിചാരിക്കുക, കോൺഗ്രസിൽ നിന്ന് ആരും തന്നെ ഒരു അപസ്വരങ്ങളും സംസാരിക്കാതെ ഈ ഇലക്ഷൻ കോൺഗ്രസ് നേരിട്ടിരുന്നുവെങ്കിൽ ഇതല്ലായിരുന്നു റിസൾട്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം അങ്ങനെ സാധ്യത കൂടെ കാണുന്നുണ്ട് എന്നുള്ളതിൽ അങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വളരെ വളരെ വെട്ടിപ്പായിട്ട് തേച്ചു കൊടുക്കുക എന്ന് പറയുന്ന പോലെയുള്ള പണി കൊടുക്കാൻ ഉള്ള ഏർപ്പാടാക്കി നിന്നതായിരുന്നു. പക്ഷെ ആ പണി കൊടുക്കാൻ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ അവിടെ നിന്ന് ആരും തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം സംഘടന എത്രയും വലിയ ചോദ്യം നേരിടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. അപ്പോൾ സംഘടനയെ ദുർബലപ്പെടുത്തുന്നത് ചെയ്യുന്നത് ഒരാൾ പോലും അവിടെ ഉണ്ടാകില്ല എന്ന് നമുക്കും അറിയാം. ഒരു ക്രോസ് വോട്ട് പോലും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് നമുക്കറിയാമായിരുന്നു. ഇക്കാര്യം പറയുമ്പോൾ സരിൻ അണിയറക്കകത്തുള്ള സമയത്ത് അന്തരീക്ഷം കൂടെയാണല്ലോ ഇത്. അപ്പോൾ ഇത്തരം ചില പണി കൊടുക്കൽ സാധ്യതകൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പണി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ വിളിച്ചു പറഞ്ഞതിലെ ഏറ്റവും വലിയ സത്യം. ഈ കാൻഡിഡേറ്റിനെ മുൻനിർത്തി അവിടെ പണി കിട്ടുമ്പോൾ തോൽക്കപ്പെടും. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച യാഥാർത്ഥ്യം. അപ്പോൾ ജയിച്ചു കയറുന്നത് BJP ആണ്. ഇത് വളരെ സിമ്പിളായി പറഞ്ഞ ഒരാളാണ് ഞാൻ. സംഘടനയിൽ രാഹുലിൻ്റെ കാൻഡിഡേച്ചറിലൂടെ ഉണ്ടാകുന്ന ഒരു അപകടത്തെ പാർട്ടി ചെറുതായി കണ്ടു കഴിഞ്ഞാൽ ജയിച്ചു കയറാൻ പോകുന്നത് BJP ആണ് എന്നുള്ളതായിരുന്നു പറയാൻ ശ്രമിച്ചത്. അത് പുറത്ത് വന്ന് പറഞ്ഞതോടുകൂടി അവിടെ എല്ലാവരും ഒന്നിച്ചാവാനുള്ളൊരു സാഹചര്യം, അവർക്ക് അവസരം കൂടുതൽ. അത് നന്നായി. അത് ഒരു കണക്കിന് BJPയുടെ ത്രെറ്റിന് ഏതൊക്കെ തരത്തിലാണെങ്കിലും ഞാൻ BJPയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞവർ BJPയോട് സംസാരിച്ചിരുന്നു എന്ന് ഒക്കെ എന്തൊക്കെ ഫാൾസ് ക്ലെയിമുകളായിരുന്നു പറഞ്ഞത് ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരാളും കൂടിയാണ്. പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. BJPയോട് പോയി സീറ്റ് ചർച്ച നടത്തിയെന്ന് പറയേണ്ടി വരും. അതായത് അവനവൻ ചെയ്യാൻ സാധ്യതയുള്ളത് മറ്റൊരാളിൽ ആരോപിക്കുന്നതിൻ്റെ അസുഖമാണത്. അവിടെ ആരോപിക്കുമ്പോൾ അത് നമുക്ക് നേരെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. സ്വന്തം ശീലങ്ങൾ വെച്ച് മറ്റൊരാളെ അളക്കരുത്, അത്രയുള്ള മറുപടിയുള്ളൂ. ഓക്കെ, നമ്മൾ IT സെല്ലിൻ്റെ കൺവീനർ എന്ന നിലക്ക് ഈ ട്രോളുകളുടെ ഒരു സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഏറ്റവും UDF ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ട്രോളി അല്ലെങ്കിൽ നീലപ്പെട്ടി എന്നുള്ളത് തന്നെയല്ലോ. ആ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നില്ല. ആ വിവാദം ശരിക്ക് വോട്ടിന് ഏതെങ്കിലും നിലക്ക് പ്രതിഫലിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതും പാർട്ടിയുടേതായിട്ടുള്ളതും. ഒരു പക്ഷേ ട്രോളി വിവാദം വന്നതിലൂടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഞാൻ തുറന്നു പറയാം. LDF ആണ് ട്രോളി വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത്. BJP ആ സമയത്ത് ആ പ്രസൻസ് അവിടെ കാണിച്ചിരുന്നെങ്കിലും പിന്നെ BJP അതിനെ ഏറ്റെടുക്കാൻ നിന്നില്ല. കാരണം തെളിവ് നമ്മുടെ കയ്യിലാണുള്ളത്. അതിൽ കള്ളപ്പണവും കണക്കിൽപ്പെടാത്ത പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീലുകൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അറിയാവുന്നതാണ്. ഈ അനധികൃത പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കുണ്ട്. BJP അതിൻ്റെ പുറകെ കൂടുതൽ പോകാഞ്ഞത് അവർ ചെയ്യുന്നതും പുറത്തേക്ക് വരും എന്നുള്ള പേടി കൊണ്ടുകൂടിയായിരിക്കാം. കാരണം വോട്ടിന് പണം കൊടുത്താണ് BJP പല വോട്ടുകളും പർച്ചേസ് ചെയ്തത് എന്ന് അവിടുത്തെ വോട്ടർമാരോട് രഹസ്യമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു പരിധിക്കപ്പുറം അത് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് അങ്ങനെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു കൈ നമ്മുടെ ശുദ്ധമാണ്, നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതോടുകൂടി ഉണ്ടായ ഒരു പോസിറ്റീവ് സാധനം ഫൈറ്റ് LDF വേഴ്സസ് UDF ആണ് എന്ന് വന്നു എന്നുള്ളത് ആരും ശ്രദ്ധിച്ചില്ല. BJP ചിത്രത്തിൽ ഔട്ടായ ഒരാഴ്ചക്കാലമായിരുന്നു പെട്ടി വിവാദം എന്ന് ഇനിയെങ്കിലും നമ്മൾ വിലയിരുത്തണം. പ്രത്യേകിച്ച് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിലുള്ളവർ BJPയെ പിക്ചറിൽ നിന്ന് ഔട്ടാക്കിയ ഒരു ആഴ്ചക്കാലമായിരുന്നു ഈ പെട്ടി വിവാദം എന്നുള്ളൊരു റിയാലിറ്റിയാണ്. BJP ചിത്രത്തിൽ നിന്നേ മാഞ്ഞു. ഇത് LDFും UDFും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, അതിന് തെളിവുകൾ നിരത്തുന്നു എന്നുള്ളത് വന്നതോടുകൂടി LDF UDF ഫൈറ്റായി എന്നുള്ളത് ജനങ്ങളടക്കം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് അതുണ്ടാക്കിയത് എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളൂ. മറ്റ് കാരണങ്ങൾ വോട്ടർമാരതിനെ ജഡ്ജ് ചെയ്തിട്ട് തന്നെയില്ല.
നമ്മൾ പറഞ്ഞതുകൊണ്ട്, അതായത് അനധികൃത പണം ഇവിടെ എത്തി അത് വിതരണം ചെയ്യുന്നു എന്നുള്ളതും വോട്ടർമാർ എനിക്ക് തോന്നുന്നു വിലയിരുത്തിയിട്ടില്ല. പിന്നെ പെട്ടിയുടെ പേരിൽ കുരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇരവാദം മുഴക്കിയതിൻ്റെ ആ ഒരു സഹതാപ തരംഗവും വോട്ടർമാർ വിലയിരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇക്കാര്യം പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസത്തെ പത്രപരസ്യമാണ് ഇതിന് ശേഷം വിവാദമായത്. അതിൽ ആ പരസ്യത്തിന്റെ നേരത്തെ പറഞ്ഞ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നെങ്കിൽ കൂടെ സന്ദീപ് വാര്യർ എന്നുള്ളൊരു വ്യക്തിയെ കടന്നാക്രമിക്കുന്ന സ്വഭാവത്തിലുള്ള ആ ഒരു പരസ്യം, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ഐഡിയോളജിയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നെങ്കിൽ കൂടെ സന്ദീപ് വാര്യർ എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് 2 മുസ്ലിം പത്രങ്ങളിൽ പരസ്യം കൊടുത്തത് സരീൻ എന്നുള്ളൊരു വ്യക്തി അതിനെങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അതിലൊരു വ്യക്തി എന്നുള്ള രീതിയിലൊരു അഭിപ്രായം ഇല്ല. ഞാനൊരു അടിമുടി സംഘടനാ പ്രവർത്തകനാണ്. എൻ്റെ വ്യക്തി അഭിപ്രായവും എൻ്റെ സംഘടനാ അഭിപ്രായമൊക്കെ ഒന്ന് തന്നെയാണ്. ഞാനതിൽ കാണുന്നത് വസ്തുതയ്ക്ക് വിരുദ്ധമായ ഒന്നുമേ അതിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ അയാളുടെ പൂർവ്വകാലത്തെ എന്താ പറയുക റദ്ദ് ചെയ്യണമെന്നോ വിസ്മരിക്കണമെന്നോ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെറുതെ വന്നങ്ങ് ഏറ്റുപറഞ്ഞതുകൊണ്ടാകുന്നില്ല. എന്നിട്ട് അതിനുവേണ്ടി ഉപയോഗിച്ച ചില ടൂളുകളുണ്ട്, ആലോചിച്ച് നോക്കണം. അദ്ദേഹം നേരെ പോയത് പാണക്കാട്ടേക്കാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിലൊരു വളരെ കൃത്യമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവുമായിരുന്നു എങ്കിൽ അത് പാണക്കാട് എന്നുള്ള ഒരു പ്രതീകത്തെ മുൻനിർത്തി മാത്രം ചെയ്യേണ്ടുന്ന ഒരു ക്ലെൻസിങ് അല്ല. അദ്ദേഹം ഒരു ക്ലെൻസിങ് ഇഫക്റ്റിന് വേണ്ടിയാണല്ലോ അത് ചെയ്തത്. അപ്പോൾ ഞാൻ മുങ്ങി നിവർന്നു എന്നുള്ളത് വരുത്തി തീർക്കാൻ അദ്ദേഹം പാണക്കാട് എന്ന് പറയുന്ന ഒരു പ്രതീകത്തിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടേണ്ട പൊളിറ്റിക്സ് തന്നെയാണ്. അത് പാണക്കാടിനെ അല്ല കുറ്റം പറയുന്നത്. അദ്ദേഹം പാണക്കാട് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ മനോഗതിയെയും ചിന്താഗതിയെയാണ് വീണ്ടും കുറ്റം പറയുന്നത്. പരസ്യത്തിൽ പറഞ്ഞ 5-8 കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴായി ആവർത്തിച്ച് പറയുകയും ഒരു മടിയുമില്ലാതെ എടുക്കുകയും ചെയ്ത പൊസിഷനാണ്. ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി ഇത് തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ജനങ്ങളോട് ചോദിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നമുക്കുണ്ട്. പിന്നെ ഒരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ അത് 2 മുസ്ലിം മുഖപത്രങ്ങളിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു കുറവായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. സ്വാഭാവികമായും സന്ദീപ് വാര്യരെ വന്നത് ആരെ മുൻനിർത്തി ഉപയോഗപ്പെടുത്താനാണെന്ന് ഞാൻ നേരത്തെ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായെന്ന് നമ്മൾ പറഞ്ഞു. അതിതീവ്ര വർഗീയ സ്വഭാവമുള്ളവർ ക്യാമ്പയിൻ നടത്തി അപ്പുറത്ത് ജയസാധ്യതയിലേക്ക് സന്ദീപ് പോയതിനെ മറികടക്കാൻ നമ്മൾ ഉണരണം എന്നുള്ള തീവ്ര വികാരം അപ്പുറത്ത് പറഞ്ഞു തുടങ്ങി എന്ന് ഇവിടെ പോയി പറയുന്ന ആളുകളോട് ഇത് തന്നെയാണ് പറയേണ്ടത് എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ്, ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു, പ്രചരണ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന 2-3 പത്രങ്ങൾ ഏത് എന്നുള്ള ആലോചനയിലാണ് ആ പത്രങ്ങൾ ചെയ്തത്. അത് ബോധപൂർവം ഒരു റിഫ്റ്റ് ഉണ്ടാക്കാനല്ല, പകരം ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്താനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ബോധപൂർവം ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു തരത്തിലുമുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്താഗതിയിലൂടെ 4 വോട്ട് കിട്ടണമെന്ന് CPM-ഓ ഇടതുപക്ഷമോ ആഗ്രഹിച്ചിട്ടില്ല. പകരം ഇങ്ങനെ വഴിതെറ്റാൻ സാധ്യതയുള്ളവരുടെ മുമ്പിൽ വഴിതെറ്റുന്നതിന് മുന്നേ ഇതും സത്യങ്ങളാണ് എന്ന് ഒരു കണ്ണാടി പോലെ പറയാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അത് നിർവഹിച്ചു. അത്രയുള്ള എം സ്വരാജ് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ RSS എന്ന പ്രത്യയശാസ്ത്രത്തെ പരസ്യമായി തള്ളിപ്പറയാതെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ നിമിഷം വരെ എന്നുള്ളത്. അപ്പോൾ സരിൻ്റെ അഭിപ്രായം ശരിക്കാകാതെ വ്യക്തം പറ്റുമോ? ഞാനത് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കോൺഗ്രസ്സിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇരട്ട എന്താ പറയുക പൗരത്വം എന്നുള്ള പ്രയോഗമൊക്കെ ചില രാജ്യങ്ങളിലുണ്ടല്ലോ. ഒരേ സമയം 2 രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാം. അങ്ങനെ കാണാവുന്ന രീതിയിലുള്ള ഇരട്ട രാഷ്ട്രീയത്തിൻ്റെ മുഖം പറയുന്നവരാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഞാൻ വളരെ കൃത്യമായി വിമർശനം ഉന്നയിച്ചത് പോലും. കോൺഗ്രസിന് അങ്ങനത്തെ ഒരു തരത്തിലും, എന്തിനേറെ പറയുന്നു, തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയം പറയാൻ മതത്തെ മാത്രം മുൻനിർത്തി അത് BJPക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും കൂടെ നിർത്താനും ബി ജെ പിയോട് ഐക്യം പുലർത്തുന്ന മൃദു ഹിന്ദുത്വത്തിൻ്റെ വോട്ടുകൾ BJP വോട്ടുകളായി തന്നെ നമുക്ക് കിട്ടുമെന്ന് വാർഡ് ഇലക്ഷനിൽ പോലും ചിന്തിക്കുന്ന മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമുള്ള സംഘടനയാണ് കോൺഗ്രസ്. ഇടതുപക്ഷത്തെ ഏത് സംഘടനാ തലത്തിൽ തട്ടിലാണ് ഒരു സെക്രട്ടറിക്ക്, അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് പാർട്ടി സെക്രട്ടറി വരെ പോട്ടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെയുള്ള ഒരാൾക്ക് ഒരു വോട്ട് BJPന്ന് കിട്ടണം എന്നുള്ള അഭിപ്രായമുള്ളത്? ഇതാണ് വ്യത്യാസം, ഫണ്ടമെൻ്റലായ വ്യത്യാസം. കോൺഗ്രസ്സിന് ഇപ്പോഴും പ്രധാന ശത്രു ഇടതുപക്ഷമാണ്. ഒരിക്കലും ഇടതുപക്ഷത്തെ വെറുക്കുന്നത് പോലെ, രാഷ്ട്രീയ ശത്രുവായി ഇടതുപക്ഷത്തെ കാണുന്ന പോലെ ആവറേജ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരന് കേരളത്തിൽ BJPയെ കാണാൻ അറിയില്ല എന്നുള്ളത് ആ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പരാജയമാണെന്ന്
ആ പാർട്ടി ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ പറയാനും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ്. ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം താൽക്കാലിക വിജയങ്ങൾ ഉണ്ടായേക്കാം. അതിലവർ സന്തോഷിക്കട്ടെ. ഒരിക്കലും നമ്മൾ സന്തോഷിക്കുകയാണ്. താൽക്കാലിക വിജയത്തിൽ സന്തോഷിക്കുന്ന കോൺഗ്രസിനെ കണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ സന്തോഷിക്കുകയാണ്. ഒരിക്കലും അവരിതിനെ അഡ്രസ്സ് ചെയ്യരുതേ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഇരട്ട സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക, അതിന് വഴിവെക്കുന്ന രീതിയിൽ പ്രോത്സാഹനം നൽകുക ആവട്ടെ. പാവം കുറേ പ്രവർത്തകർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അത് ആ പ്രവർത്തകരും അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആ പാർട്ടിയുടെ നിസ്സഹായാവസ്ഥയായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് പ്രവർത്തകർ അവർ പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ. അത് ഞാൻ തുറന്നു തന്നെ എവിടെയും പറയണമല്ലോ. പ്രവർത്തകർക്ക് ക്ലാരിറ്റി ഇല്ല, അത്ര പോലും നേതാക്കൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരു സാധാരണ പ്രവർത്തകന് എന്തായിരിക്കണം എൻ്റെ കോൺഗ്രസ് എന്നതിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നയപരിപാടികളെ നേതാക്കൾ രൂപീകരിക്കുന്നത്. അത് ആത്യന്തികമായി ആ സംഘടനയെ ദുർബലപ്പെടുത്തേ ഉള്ളൂ. അത് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇക്കാര്യം പറയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത്, 6 വർഷത്തിലേറെ സജീവമായി കോൺഗ്രസിന്റെ ഭാഗമായി ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടെണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന ഒരു സരീൻ അവിടെ തന്നെ തുടരാനുണ്ടായിരുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും ഒരു ഗ്രേറ്റർ ഗുഡ് ഉണ്ടെന്നും ഗ്രേറ്റർ കോസ് ഉണ്ടെന്നും നമ്മൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ആവറേജ് ഇന്ത്യൻ എന്താ ആഗ്രഹിച്ചത്? മോഡി പരാജയപ്പെടണമെന്ന്. ആ ആവറേജ് ഇന്ത്യൻ്റെ രൂപാന്തരങ്ങൾ എത്രണ്ണം നമ്മൾ കണ്ടു? യൂട്യൂബില് വീഡിയോസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ മുതൽ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ആ മനുഷ്യൻ എന്ന് പറയുന്നുള്ളൂ, മുതൽ എത്ര മനുഷ്യരാണ് ശ്രമിച്ചത് BJP തോൽക്കണമെങ്കിൽ വിശാല ഇന്ത്യ സഖ്യത്തിൻ്റെ ജയത്തിൽ കോൺഗ്രസ് അതിനിർണായക ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. ആ വിശ്വാസം സരിന് പാടില്ലായിരുന്നു എന്നാണോ പറയുന്നത്? ഞാൻ പാർലമെന്റ് ഇലക്ഷൻ വരെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് അഭിപ്രായ വ്യത്യാസങ്ങളെയും കുഴിച്ചുമൂടി ആ സംഘടനയുടെ നല്ലതിന് വേണ്ടി നിന്നത്. എന്നിൽ കോംപ്രമൈസ് വരുത്തിയിട്ടല്ല. സംഘടന വഴിക്ക് പോകുമ്പോഴും നമ്മൾ തിരുത്തലിനും നമ്മളിൽ നിന്ന് പറയാവുന്നതും പയറ്റാവുന്നതും പയറ്റിയിട്ടും തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ട് തന്നെ അതിനുള്ളിൽ നിൽക്കുന്നത്. പക്ഷെ അത് പാർലമെന്റ് ഇലക്ഷന് ശേഷം പിന്നെയും തുടരാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരു കോഴ്സ് കറക്ഷനും താല്പര്യമില്ല. എല്ലാവരുമായിട്ടും സന്ധി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് തീവ്ര വർഗീയ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുമായും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ അടർത്തിയെടുക്കാനുള്ളതിനെയൊക്കെ ഒരേപോലെ പുൽകാൻ തീരുമാനിക്കുന്ന കോൺഗ്രസിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് തന്നെ വേണം ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിന് മുന്നിൽ തുറന്നു പറയാൻ. ഈ താല്പര്യങ്ങളുടെ പേരിലല്ല അറ്റാക്ക് ചെയ്യുന്നത്, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ്. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോരുത്തർക്കും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രഹസ്യമാണ്. അത് ഞാൻ പരസ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ ഉള്ളിൽ അടക്കം പറച്ചിലാണ്, അതിപ്പോഴും അടക്കം പറയുന്നുണ്ട്. അത് എന്തോ ആവട്ടെ, അതിനെപ്പറ്റിയല്ലല്ലോ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ അടക്കം പറച്ചിലുകളല്ലോ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഈ 3 പേരിലേക്കും വന്നു എന്ന് വെച്ചാൽ, ലോങ് റണ്ണിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന 3 പേരുകളാണ്. ആ 3 പേരുകളിൽ നിന്ന് ഉള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.